വലിയ ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് ന്യൂസ് മലയാളം എന്ന് പറയുന്ന ചാനൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ന്യൂസ് മലയാളത്തിലെ ഒരു വനിതാ മാധ്യമ പ്രവർത്തക ഞാൻ മാത്രം കണ്ടു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വീഡിയോയുമായി പ്രത്യക്ഷപ്പെട്ട, ഫേസ്ബുക്ക് കുറിപ്പുമായി പ്രത്യക്ഷപ്പെട്ട അതേ വനിതാ മാധ്യമ പ്രവർത്തിക്കുന്ന ന്യൂസ് മലയാളം വലിയ ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുന്നു. പൊട്ടിച്ച ഉടനെ തന്നെ പ്രേക്ഷകർ അത് തിരിച്ചങ്ങ് അടപടലം മൂഞ്ചിപ്പിച്ചിരിക്കുന്നു എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത്. ഇപ്പോ ജയരാജൻ വന്നിട്ട് വലിയ വർത്താനങ്ങൾ പറയുന്നുണ്ട്. കാരണം ഈ ബോംബ് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം എന്താ, പോറ്റിയിൽ നിന്ന് മുരാരി ബാബുവിൽ നിന്ന് എൻ വാസുവിലേക്കും, വാസുവിൽ നിന്ന് അത് പത്മകുമാറിലേക്കും എത്തി നിൽക്കുന്നു. അവിടെയും തീർന്നില്ല. ഇന്നലെ പത്മകുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് പത്മകുമാർ പറഞ്ഞതനുസരിച്ച് നാളെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ പോവുകയായിരുന്നു. അവിടെ ഇത്തരത്തിലുള്ള ബോംബുകൾ സ്വാഭാവികമാണ്. ഞാനിപ്പോ ഈ വാർത്ത 1 മണിക്ക് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാർഡ്, ആ കാർഡ് ന്യൂസ് മലയാളം കുറച്ച് നേരത്തെ മണിക്കൂറുകൾക്ക് മുമ്പേ പുറത്തു വിട്ടിരുന്നു. അങ്ങനെ 1 മണി ആയപ്പോ ഈ വാർത്ത പുറത്തു വന്നപ്പോ ഞാൻ ആദ്യം ഇതിന്റെ കമന്റ് ബോക്സ് ആണ് ചെക്ക് ചെയ്തത്. നിങ്ങൾക്ക് എത്ര കിട്ടി എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. സാധാരണഗതിയിൽ രാഹുലിനെ തെറി വിളിക്കുവാനും രാഹുലിനെ അധിക്ഷേപിക്കുവാനും ഒക്കെ ഇറങ്ങിത്തിരിക്കുന്ന സാധാരണഗതിയിൽ അത്തരത്തിലൊരു ട്രെൻഡാണ് കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് നേരെ തിരിച്ചാണ്. ന്യൂസ് മലയാളത്തോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എത്ര കിട്ടി? നിങ്ങൾ എത്ര ലക്ഷം വാങ്ങിയിട്ടാണ് ഈ വ്യാജങ്ങൾ പ്രചരിപ്പിക്കുന്നത്? എവിടെ നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സ്ക്രീൻഷോട്ട് പുറത്തിറങ്ങിയിരിക്കുന്നത്? AI നിർമ്മിതമായ സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കിയിട്ട് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും എൻ വാസുവും മുരാരി ബാബുവും പത്മകുമാറും അത് കഴിഞ്ഞ് കടകംപള്ളിയിലേക്കും എത്തി നിൽക്കുന്നു. ഇനി കടകംപള്ളിയെ കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ പറഞ്ഞതുപോലെ കടകംപള്ളിയെ പിടിച്ചു കുടഞ്ഞു കഴിഞ്ഞാൽ അത് കടകംപള്ളി പറയാൻ പോകുന്നത് പിണറായി വിജയന്റെ പേരെന്നാണ്. അത്തരത്തിൽ പിണറായി വിജയന്റെ പേരിലേക്ക് എത്തി നിൽക്കുന്ന അവസരത്തിൽ ഇത്തരത്തിൽ ഒരു ബോംബ് പൊട്ടുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. അത് മാത്രവുമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രാഹുൽ മാങ്കൂട്ടം പാലക്കാടിന്റെ മണ്ണിൽ വലിയ സജീവമായ ഇടപെടലുകൾ നടത്തുന്നു. രാഷ്ട്രീയ വേദികളിൽ അയാൾ എത്തുന്നു, സ്വകാര്യ വേദികളിൽ അയാൾ എത്തുന്നു, പാലക്കാടിന്റെ മണ്ണിൽ വലിയ സജീവ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇതൊക്കെ കാണുമ്പോ കുരു പൊട്ടുന്ന ഒരു പക്ഷം മറ്റൊരു പക്ഷത്തുണ്ട്. എനിക്ക് മനസ്സിലാവാത്തത്, ഈ വാർത്ത 1 മണിക്ക് ബ്രേക്ക് ചെയ്തിരുന്നു. തൊട്ട ഉടനെ തന്നെ ജയരാജനെ ഇവർക്ക് കിട്ടുന്നു. ജയരാജനോട് അഭിപ്രായം ചോദിക്കുന്നു. ജയരാജൻ വലിയ വായിൽ വർത്താനം പറയുന്നു. കാരണം ഇനി ഇത് വലിയ ചർച്ചയാക്കണം. തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയാണ്. രാഹുൽ വിഷയം കുത്തിപ്പൊക്കിയാലേ എന്തിനേയും മറപിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ നിന്നാണ് ഇപ്പോ ഈ ഒരു വിഷയം, ഈ ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുന്നത്. ഇപ്പോ പ്രേക്ഷകരിൽ പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര വാങ്ങി, എത്ര നിങ്ങൾക്ക് കിട്ടി? പിണറായിയുടെ മകനെതിരെ ഒരു വ്യാജം പടച്ചുവിടാൻ നിങ്ങൾക്ക് എത്ര തരണം എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് പ്രേക്ഷകർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ന്യൂസ് മലയാളത്തോട്. മനസ്സിലായില്ലേ? അപ്പോ ഈ ബോംബ് നമ്മൾ പ്രതീക്ഷിച്ചതാ. ഇപ്പോ ഈ ബോംബിന് പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഈ ബോംബ് തുടക്കത്തിൽ തന്നെ ചീറ്റിപ്പോയിരിക്കുന്നു. ഈ ബോംബിന് കയ്യിൽ പിടിച്ച് കൊണ്ടുവരാൻ, ഞാൻ നടിയാണെന്ന് പറയാൻ പോലും അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോലും ഒരു മുഖമുണ്ടായില്ല. ഇപ്പോ ചില സ്ക്രീൻഷോട്ടുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കിയെടുത്ത് ആ സ്ക്രീൻഷോട്ടിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. രാഹുലുമായിട്ട് നിങ്ങളൊരു കാര്യം ആലോചിക്കണം. വലിയ ബന്ധമുള്ള ഒരാളല്ലേ ഇത്തരത്തിലുള്ള സംസാരങ്ങൾക്ക് നടക്കുകയുള്ളൂ. ആ സ്ക്രീൻഷോട്ടിൽ കാണിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന പൂർണ്ണമായി പേരെഴുതി സേവ് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ സ്ക്രീൻഷോട്ടില് ആ കോണ്ടാക്ട് സേവ് ചെയ്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർണ്ണമായിട്ട്. എന്നിട്ട് രാഹുലിന്റെ ഒരു ചിത്രവും ആ പ്രൊഫൈൽ പിക്ചറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തല. പക്ഷെ കേരളക്കര ഞെട്ടിയിട്ടില്ല. ഞെട്ടിയത് തിരിച്ച് ന്യൂസ് മലയാളമാ. ഇപ്പൊ ഇത് വേറെ ആർക്കും കിട്ടിയിട്ടില്ല. ഇനി അടുത്ത മണിക്കൂറുകളിൽ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഇത് കിട്ടും. കാരണം അവർക്കിത് വേണം. കാരണം വലിയ പ്രതിസന്ധിയിൽ പിണറായിയും കൂട്ടരും സഖാക്കളും എത്തി നിൽക്കുന്ന അവസരത്തില് പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും കാരണം എന്താ? പിടിച്ചു നിൽക്കാൻ കയ്യിലൊന്നുമില്ല. PM ശ്രീയിൽ RSSന്റെ കുണ്ടി നക്കിയത് മാലോകരൊക്കെ അറിഞ്ഞു.
അത് കഴിഞ്ഞിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് തുടങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റി മൂരാരി ബാബുവിന്റെ പേര് പറഞ്ഞു. മൂരാരി ബാബുവിനെ പിടിച്ചു കുടഞ്ഞപ്പോ അത് വാസുവിന്റെ പേര് പറഞ്ഞു. വാസുവിനെ നല്ല വിധത്തിൽ ഒന്ന് ചോദ്യം ചെയ്യേണ്ട രീതിയിൽ അങ്ങ് ചോദ്യം ചെയ്തപ്പോ തത്ത പറയും പോലെ വാസു പറഞ്ഞു പത്മകുമാറിന്റെ പേരാണെന്ന്. 2 ദിവസമായിട്ട് പത്മകുമാറിനെ SIT സംഘം കുടഞ്ഞു പിഴിയുകയാണ്. പത്മകുമാറിന്റെ വായിൽ നിന്ന് വന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ കേട്ടിട്ട് ആകെ അമ്പരന്നിരിക്കുകയാണ് സഖാക്കളും പിണറായി വിജയനും. അതിൽ പ്രശാന്തനുണ്ട്, വാസവനുണ്ട്, കടകംപള്ളിയുണ്ട്, പിന്നെ ഇവരുടെയൊക്കെ ദൈവതുല്യനായ പിണറായി വിജയനുമുണ്ട്. ഈ പറയുന്ന 2 ദിവസത്തിനിടയിൽ വരും ദിവസങ്ങളിൽ അത് പിണറായി വിജയനിലേക്കും എത്താൻ പോവുകയാണ്. അതിനിടയിൽ തെരഞ്ഞെടുപ്പ് നാളെയോ മറ്റന്നാളോ എന്ന് പറഞ്ഞ് ഇങ്ങനെ മുൻവാതിൽ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. അതിനിടയിൽ പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? അപ്പോ ഇവരിതൊക്കെ പുറത്തേക്ക് വരും. കാരണം എന്താ? ഇങ്ങനെ പോറ്റിയിൽ നിന്ന് തുടങ്ങിയ ആ ശൃംഖല, ഈ പറയുന്ന ജയിലറക്കുള്ളിലേക്കുള്ള ആ ഒരു ഘോഷയാത്ര, ആ ഘോഷയാത്രയിൽ അവസാനത്തെ കണ്ണി ചേർന്നിട്ടില്ല. അതിന്റെ ആരംഭം മുന്നിൽ നിൽക്കുന്ന വ്യക്തി മാത്രമേ ജയിലിന്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറിയിട്ടുള്ളൂ. പിറകിൽ വളരെ 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 പ്രധാനപ്പെട്ട ആളുകൾ പിൻനിരയിലാണുള്ളത്. അവരൊക്കെ നടന്ന് എത്തുന്നതേ ഉള്ളൂ, ഗേറ്റിനടുത്തേക്ക് നടന്നെത്തുന്നതേ ഉള്ളൂ. അവരെത്താൻ ഇനിയും ദിവസങ്ങളുണ്ട്. പക്ഷേ പത്മകുമാർ പറഞ്ഞതിൽ കടകംപള്ളിയുണ്ട്, വാസവനുണ്ട്, പ്രശാന്തുണ്ട്. പിന്നെ അവസാനം വാസവനെ പിടിച്ച് പൂട്ടിയിട്ട് ചോദ്യം ചെയ്യുമ്പോ വാസവന് പറയാനുള്ളത് മറ്റൊരാളുടെ പേരാണ്, ദൈവതുല്യന്റെ പേരാണ്. അപ്പോ ബോംബല്ല, അണുബോംബല്ല, അതിലും വലുത് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പൊട്ടും. കാരണം സഖാക്കളുടെ കയ്യിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ ഘട്ടത്തില് ഈ പറയുന്ന ബോംബുകൾ പലതും പൊട്ടും. ന്യൂസ് മലയാളം പൊട്ടിക്കും. കാരണം ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞ ആളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. നിയമ നടപടിയുമായി സഹകരിക്കണമെന്ന് പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥർ. നോ വേ, അതിന് എന്നെ കൊണ്ട് പറ്റില്ല, നിയമ നടപടിക്ക് ഞാനില്ല. എന്തേ നിയമ നടപടിക്ക് നിങ്ങളില്ലാത്തത്? രാഹുലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? രാഹുലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ? നിങ്ങൾ തയ്യാറാവാതിരുന്നാൽ രക്ഷപ്പെടുന്നത് രാഹുലല്ലേ? പിന്നെ എന്തിനു വേണ്ടിയിട്ടാ നിങ്ങൾ ഈ പറയുന്ന വ്യാജങ്ങൾ പടച്ചുവിട്ടത് എന്തിനാ? ഈ പുകമറയുണ്ടാവാനാ പാടുള്ളൂ. ഇത് തെളിയിക്കപ്പെട്ടുകൂടാ. കാരണം തെളിയിക്കപ്പെട്ടാൽ ഈ പറഞ്ഞ പുകമറകളൊക്കെ വ്യാജമാണെന്ന് വരും. അത് മാത്രവുമല്ല, പിന്നിൽ പ്രവർത്തിച്ച ഈ സ്ക്രീൻഷോട്ടുകൾ അടക്കം ഉണ്ടാക്കിയ ആളുകൾ ആരാണെന്നുള്ളത് പുറത്തേക്ക് വരും. അങ്ങനെ പുറത്തേക്ക് വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഒന്നും വേണ്ട. ഇത് അന്വേഷണങ്ങൾ നടക്കാൻ പാടില്ല. ഇത് പുകമറയായിട്ട് തന്നെ നിൽക്കണം. അതാണ് ചിലരുടെ താല്പര്യം. ഇത് വിവാദങ്ങളായിട്ട് മാത്രം നിൽക്കണം. ഇത് മാധ്യമങ്ങളിലെ ചർച്ചകൾ മാത്രമാകണം. അതിനപ്പുറത്തേക്ക് ഒരു നിയമ നടപടിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തരുത് എന്ന ഉത്തമ വിശ്വാസം, അല്ലെങ്കിൽ ഇവർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ ബോംബായിട്ട് പുറത്തേക്ക് വരുന്നത്. ആ സ്ക്രീൻഷോട്ട് നിങ്ങളൊന്ന് നോക്കുക. ആ സ്ക്രീൻഷോട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് അയാളുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അയാളുടെ ഈ പറയുന്ന ഗൂഗിളിൽ കാണിക്കുന്ന അതേ സ്പെല്ലിങ്, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലുമില്ല. പൂർണ്ണമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. എയോട് ഉണ്ടാക്കാൻ പറഞ്ഞതാണ് സ്ക്രീൻഷോട്ട്. അതുകൊണ്ട് എയ്ക്ക് അറിയില്ലല്ലോ ഇവിടെ ഈ മലയാളത്തില് ഇത്തരത്തില് ഒരു ബന്ധങ്ങളും അല്ലെങ്കിൽ സ്നേഹങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പൂർണ്ണമായിട്ട് പേര് എഴുതുവോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആണോ നമ്മൾ എഴുതി വെക്കുന്നത്, സ്നേഹം കൂടുമ്പോൾ നമ്മൾ മറ്റെന്തെങ്കിലുമാണോ വിളിക്കുന്നത് എന്നൊന്നും എയ്ക്ക് അറിയില്ലല്ലോ. എന്താക്കി? രാഹുൽ മാങ്കൂട്ടത്തിൽ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പൂർണ്ണ പേര് വേണം. അല്ലെങ്കിൽ രാഹുലെന്നോ അല്ലെങ്കിൽ രാഹുലിനോട് ചേർത്ത് മറ്റെന്തെങ്കിലും ആണെങ്കിൽ അവിടെ രാഹുൽ മാങ്കൂട്ടമാണ് എന്ന് എങ്ങനെ തെളിയിക്കാൻ കഴിയും? മനസ്സിലായില്ലേ? സ്ക്രീൻഷോട്ടുകൾ പലതും പുറത്തേക്ക് വരും. കാരണം അടപടലം മൂഞ്ചി നിൽക്കുന്ന സഖാക്കൾക്ക് പിടിച്ചു നിൽക്കാൻ മറ്റു വഴികളില്ല. പത്മകുമാറിലേക്ക് എത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി മൂരാരി ബാബുവിന്റെ പേരാണ് പറഞ്ഞിരുന്നതെങ്കിൽ, മൂരാരി വാസുവിന്റെ പേര് പറഞ്ഞതെങ്കിൽ, വാസു പത്മകുമാറിന്റെ പേര് പറഞ്ഞതെങ്കിൽ, പത്മകുമാർ പറഞ്ഞ പേര് കേട്ട് കേരളം ഞെട്ടാൻ പോവുകയാണ്. അപ്പോ അത്തരത്തിൽ കേരളം ഞെട്ടാൻ പോകുന്നതിനെ മറച്ചു പിടിക്കണം. വാർത്തകൾ മുങ്ങിപ്പോകണം. കേരളത്തിന്റെ കാതുകളിലേക്ക്, പൊതുജനത്തിന്റെ ശ്രദ്ധയിലേക്ക് അത്തരത്തിലുള്ള വാർത്തകൾ വരരുത്. അതിനേക്കാൾ സ്ഫോടനാത്മകമായ ബോംബുകൾ വേണം. ആ ബോംബാണ് ഇപ്പൊ പൊട്ടിയിരിക്കുന്നത്. ഇത് പക്ഷേ പൊട്ടിയില്ല, നനഞ്ഞതായി ചീറ്റിപ്പോയ ബോംബായി പോയി എന്നുള്ളതാണ്.
കാരണം പൊട്ടിച്ച സമയവും കാലവും അതിലെ സ്ക്രീൻഷോട്ടും ഒക്കെ വ്യാജമായിരിക്കുന്നു. കുറച്ചുകൂടി പണിയെടുക്കാമായിരുന്നു. നിങ്ങൾക്ക് കുറച്ചുകൂടി പണിയെടുക്കാമായിരുന്നു. സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി AI നിർമ്മിതമാണെങ്കിലും ഒന്നുകൂടി എഡിറ്റ് ചെയ്ത്, നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല എഡിറ്റർമാരില്ലേ, അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഒന്നുകൂടി അതിൽ പണിയെടുത്ത് അതിനെ മിനുസപ്പെടുത്തി എടുക്കാമായിരുന്നു. എന്താണെങ്കിലും ബോംബ് ചീറ്റിയിരിക്കുന്നു. പ്രേക്ഷകര്, കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഈ ബോംബ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും വാസുവിനെയും പത്മകുമാറിനെയും അവർ പറഞ്ഞ കടകംപള്ളിയിലേക്കും അവർ വഴിതെട്ടി വെച്ചിരിക്കുന്ന വാസവനിലേക്കും പ്രശാന്തനിലേക്കും അതിനപ്പുറത്ത് ദൈവതുല്യക്കുമുള്ള പാത അടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോംബ് ഇറക്കിയത് എന്നുള്ളത് കേരളത്തിലെ പ്രേക്ഷകന്, പൊതുസമൂഹത്തിന് വ്യക്തമായിരിക്കുന്നു എന്നുള്ളതാണ്.